ഹലോ ഗൈസ്, ഒരു മാതൃക പോലീസ് സ്റ്റേഷനും അവിടുത്തെ പോലീസുകാരുടെ കഥ പറയുന്ന ദൃഢമെന്ന സിനിമയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ കഥയിലെ നായകനായ വിജയ് സബ് ഇൻസ്പെക്ടറായി തന്റെ ആദ്യ പോസ്റ്റിംഗ് പുതിയ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി വിജയ് റിട്ടയർഡ് DYSP ആയിട്ടുള്ള തന്റെ അമ്മാവനെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ ഒരു കഥാപാത്രത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ പേര് ഈ സിനിമയിൽ ഉടനീളം കേൾക്കുന്നതായിരിക്കും. അവിടെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ASI ഉണ്ട്, കൃഷ്ണൻ. മിടുക്കനാ. അത് വരുന്നതാണ് കൃഷ്ണൻ അഥവാ കൃഷ്ണേട്ടൻ. സർ, ഇത് ബാലൻ. സത്യ സർ, ഇത് സത്യൻ. സർ, ഇത് ബിബീഷ്. സർ, ഇത് രമ്യ, അത് വിദ്യ. ആഹാ, എന്ത് നല്ല പോലീസ് സ്റ്റേഷനും പോലീസുകാരും, എന്ത് ശാന്തസുന്ദരമായ സ്ഥലം. ഈ സിനിമയിലെ മെയിൻ ഒരു സംഭവമാണ് നായകന്റെ കൃഷ്ണേട്ട എന്നുള്ള വിളി. നായകൻ വിജയ് ഈ സിനിമയിൽ എത്ര വട്ടം കൃഷ്ണേട്ട എന്ന് വിളിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ എണ്ണിക്കൂ. കൃഷ്ണേട്ട എന്റെ കൃഷ്ണേട്ട ഒരു എന്താ കൃഷ്ണേട്ട കൃഷ്ണേട്ട ഈ കൃഷ്ണേട്ട എന്താ ഇതൊക്കെ? കൃഷ്ണേട്ട 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 എവിടെ കൊണ്ടിരിക്കുന്നുള്ളൂ? കൃഷ്ണേട്ട 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 ഒന്ന് കൃഷ്ണേട്ട. കേട്ട് കേട്ട് ഞാൻ മടുത്തു. പിന്നെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, എല്ലാരും നല്ല സഹകരണം. അതെ, ഭയങ്കര സഹകരണമാണ്. സിനിമയിലെ മെയിൻ ഒരു ഐറ്റം ആണല്ലോ കൃഷ്ണേട്ട വിളി. അതുപോലെ മെയിൻ ഒരു ഡയലോഗാണ് ഡീറ്റെയിൽസ് എടുക്കുക. ഇവിടെ കഴിഞ്ഞ 6 മാസത്തിൽ പുറത്തുപോയവരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം, അവരുടെ ഡീറ്റെയിൽസ് എടുക്കണം. ഇവർ പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് ഒന്ന് വാങ്ങിക്കും. ഈ മനോജിന്റെ നമ്പറിന്റെ CDR ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച അവിടെ താമസിച്ച ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് എടുക്കണം. പയ്യൻ്റെ ഡീറ്റെയിൽസ് എടുത്തോ. പിന്നെ ഈ സനീഷിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എടുക്കണം. പേരാമ്പ്ര സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് മനോജിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും അയച്ചു കൊടുക്കണം. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കണം. ഇവൻ പോയ ഡേറ്റും എല്ലാ ഡീറ്റെയിൽസും എടുക്കണം. ശരി സർ. ഇന്നലെ 11-നും 12-നും ഇടയിൽ നടന്ന സെയിൽസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും കൃഷ്ണേട്ട ഡീറ്റെയിൽസ് എടുക്കണോ നായകൻ പറയും. പക്ഷെ കൂടെയുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പുള്ളി മറന്നുപോയി. അതൊന്നും സാരമില്ല. പിന്നെ ഏതാടാ പെൺകൊച്ച്? കൊള്ളാലോ. പിന്നെ അടിപൊളി പെണ്ണ. ഈ സിനിമയിൽ ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും പകർത്തി അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരാളെ പോലീസ് കാണാൻ പോകുന്നൊരു സീനുണ്ട്. മുഴുവൻ തെളിവുകൾ ഉൾപ്പെടെ അവനെ പിടിച്ചിട്ടും അവനെ ഭീഷണിപ്പെടുത്തി ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വിടുന്നതായിട്ടാണ് കാണുന്നത്. നീ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ ഇവരുടെ നിന്ന് പൈസ മേടിച്ചതിന്റെ റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ആണ് സാറേ. സത്യമായിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഉണ്ടാവൂല. ഈ മാര് 4 മണി കാണിച്ചോണ്ടല്ലോ. ഇല്ല സാർ. അടിപൊളി. ഈ സിനിമയിൽ എന്റെ മറ്റൊരു സംശയം, കൃഷ്ണേട്ടൻ നായകനെ മദ്യപാന പാർട്ടിക്ക് ക്ഷണിക്കുന്ന ഒരു സീനുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ക്വാർട്ടേഴ്സിലൊന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. ഒരു ചെറിയ മദ്യപാന പരിപാടിയാണ്. സാറും കൂടി ഒന്ന് കൂടുന്നോ? ഇതിൽ ആ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഉള്ളതായും കാണിക്കുന്നു. അപ്പോൾ സ്റ്റേഷൻ അവധിയായിരിക്കുമോ? സാറ് ഒന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ടെന്നേ. ഇതൊക്കെ നമ്മുടെ പോലീസ് പണിയിൽ പറഞ്ഞിട്ടുള്ള സാറേ. പൊന്നോ, ഒടുക്കത്ത അഭിനയം. പോലീസുകാരെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നവൻ ആരായാലും അവനെ പൊക്കണം സാറേ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. പിന്നീട് കഥ മുമ്പോട്ട് പോവുകയും ഈ മോഷണങ്ങളും കൊലപാതകങ്ങളും ആരാ നടത്തിയതെന്ന് നായകൻ വിജയ് കണ്ടെത്തുന്നു. അപ്പോഴാണ് ഗൈസ് ഞെട്ടിക്കുന്ന ടെസ്റ്റ്. അതേ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ ആനന്ദാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് വിജയ് കണ്ടെത്തുന്നത്. ആനന്ദിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റു പോലീസുകാരും ഇതിൽ ഇൻവോൾവ് ആണെന്ന് വിജയ്ക്ക് മനസ്സിലാവുന്നു. ബാക്കിയുള്ളവരും ഇതിൽ ഇൻവോൾവ് ആണെന്ന് അറിയുന്നതോടുകൂടി നായകൻ കൃഷ്ണേട്ടനെ വിളിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് അടുത്ത ടെസ്റ്റ്. ടൈഗർ സിനിമയിൽ നായകന്റെ കൂടെ നടന്ന് മുസാഫിർ ചതിക്കുന്ന പോലെ തന്നെ കൃഷ്ണേട്ടനും ചതിക്കുകയായിരുന്നു ഗൈസ്. വിട്ടുകള സാറേ. ഞാൻ ഓവർ വിനയവും കുമ്പഴലും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇങ്ങനെ കള്ളനായിരിക്കുമെന്ന്. പിന്നീട് അങ്ങോട്ട് അടിയാണ്. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂര അടി. അവിടെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ASI ഉണ്ട്, കൃഷ്ണൻ. മിടുക്കനാ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ട്വിസ്റ്റ് എവിടെയും തീരുന്നില്ല ഗൈസ്. നായകൻ നമ്മ നല്ല പെൺകുട്ടി എന്ന് പറഞ്ഞ കരാട്ടക്കാരി ചേച്ചിയും വില്ലന്മാരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് പിന്നീട് തെളിയുന്നു. ലാസ്റ്റിൽ നായകൻ വിജയ് എല്ലാരെയും ഇടിച്ചിടുന്നു ഗൈസ്. അല്ല, എന്റെ സംശയം ഈ 10 ലക്ഷം രൂപയ്ക്ക് 80 പവൻ സ്വർണത്തിനും വേണ്ടി ഈ പോലീസുകാർ ഒരാളെ കൊല്ലുകയും പിന്നീട് ബാങ്ക് കൊള്ളയടിക്കുകയും പിന്നീട് ബാക്കിയുള്ള 3 പേരും കൂടെ കൊല്ലുകയൊക്കെ ചെയ്യുമെന്നാ.
അങ്ങനെ കൃഷ്ണാട്ടനും ഗ്യാങ്ങും അവസാനം അറസ്റ്റിലാവുന്നു. പണം തീരുന്നു. ശുഭം.